ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആറാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ ഓണപരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം, അതായത് 2023-24 അധ്യയന വർഷത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നതെന്നും നോക്കാം. അപ്പം നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതായത് നിർദ്ദേശത്തിൽ പറയുന്നത് 6 പ്രവർത്തനങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രവർത്തനം എല്ലാവരും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ബാക്കി 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും നന്നായി അറിയുന്ന 4 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ മൊത്തം 5 പ്രവർത്തനങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്കിനി ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. പ്രവർത്തനം 1, വായിക്കാം, എഴുതാം. ഞാനിന്ന് മുത്തശ്ശൻ്റെ ഒപ്പം പോരട്ടെ. ഇറങ്ങാൻ നേരത്ത് പേരക്കുട്ടി കൊഞ്ചി. പിന്നെ ഒരു ദിവസം പോവാം. മകൾ വിലക്കി. ഞാൻ വരട്ടെ മുത്തശ്ശ. അവളുടെ കണ്ണുകളിൽ യാചന. ഞാൻ അവളെ കൊണ്ടുപോയാലോ? അച്ഛൻ മകളെ നോക്കി ചോദിച്ചു. അച്ഛന് അവളെ ബസ്സിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. മകൾ തടസ്സം തുടർന്നു. മുത്തശ്ശ ഇനിയും കൊണ്ടോണേ. പേരക്കുട്ടി വിടുന്ന മട്ടില്ല. എന്താടി അണക്കിത്ര പൊരിച്ചിൽ? അമ്മയുടെ സ്വരം കടുത്തു. പുഴ കാണാൻ, പാടം കാണാൻ, കിളിയൊച്ച കേൾക്കാൻ, മുത്തശ്ശിയുടെ കഥകൾ കേട്ടുറങ്ങാൻ. പിന്നെ ചോദ്യവും പറച്ചിലുമൊന്നും ഉണ്ടായില്ല. മറന്നവ എം കൃഷ്ണദാസ്. അപ്പോൾ ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. ഇനി ചോദ്യങ്ങൾ 1, ആരുടെ കണ്ണുകളിലാണ് യാചനാഭാവം തെളിഞ്ഞത്? ഉത്തരം കുട്ടി. രണ്ടാമത്തെ ചോദ്യം, കുട്ടി എങ്ങനെ ഉറങ്ങാനാണ് ആഗ്രഹിക്കുന്നത്? കഥ കേട്ട്, കിളിയൊച്ച കേട്ട്, പാഠം കണ്ട്. ഉത്തരം കഥ കേട്ട്. 3, അമ്മയുടെ സ്വരം കടുക്കാൻ കാരണമെന്ത്? കുട്ടി കരഞ്ഞതിനാൽ, കുട്ടി വാശി പിടിച്ചതിനാൽ, അച്ഛന് ബുദ്ധിമുട്ട് ആയതിനാൽ. ഉത്തരം കുട്ടി വാശി പിടിച്ചതിനാൽ. 4, മുത്തശ്ശൻ എങ്ങനെയാണ് നാട്ടിലേക്ക് മടങ്ങുന്നത്? ബസ്സിൽ, കാറിൽ, ട്രെയിനിൽ. ഉത്തരം ബസ്സിൽ. 5, അമ്മയുടെ ചോദ്യവും പറച്ചിലും നിർത്താൻ കാരണമെന്ത്? അമ്മക്ക് പണിത്തിരക്കായതിനാൽ, അച്ഛനെ ഭയന്നതിനാൽ, അമ്മക്ക് സ്വന്തം കുട്ടിക്കാലം ഓർമ്മ വന്നതിനാൽ. ഉത്തരം അമ്മയ്ക്ക് സ്വന്തം കുട്ടിക്കാലം ഓർമ്മ വന്നതിനാൽ. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടത്. ഇനി നമുക്ക് പ്രവർത്തനം 2 നോക്കാം. പ്രവർത്തനം 2, ആസ്വാദനക്കുറിപ്പ്. വാക്കുകൾ കൊണ്ട് മനോഹരമായ ഭാവനാ ചിത്രങ്ങൾ മനസ്സിലുണ്ടാക്കുന്നവയാണ് ചിത്രവർണ്ണങ്ങൾ എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന കവിതാഭാഗം വായിക്കുക. ആശയം, പദച്ചേർച്ച, പ്രയോഗഭംഗി എന്നിവ പരിഗണിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കൂട്ടുകാർ ആ കവിതാഭാഗം ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ആസ്വാദനക്കുറിപ്പ് ഒന്ന് നോക്കാം. ഗിരീഷ് പുലിയൂർ രചിച്ച അരുതരുത് എന്ന കവിത കേരളത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും ഒത്തൊരുമയും പോരാട്ടവീര്യങ്ങളും ആശയമാക്കി രചിച്ചിട്ടുള്ള ഒരു കവിതയാണ്. കേരളത്തിലെ നെൽകൃഷിയും നാണ്യവിളകളുമെല്ലാം ഈ കവിതയിൽ പരാമർശ വിഷയങ്ങളാകുന്നുണ്ട്. മണ്ണടരുകൾ, വിളപ്പുരിവുകൾ തുടങ്ങിയ മനോഹരമായ പദക്കൂട്ടുകളാൽ സമ്പന്നമായ ഒരു കവിതയാണ് ഇത്. തേരുതിമർപ്പുകൾ എന്ന പ്രയോഗം മനോഹരമാക്കിയിട്ടുണ്ട്. ഇക്കാണും മരക്കാടും മരമൊന്നും നമ്മൾ മുറിക്കരുതേ എന്ന ആദ്യ വരികൾ പ്രകൃതി സംരക്ഷണ സന്ദേശം നൽകുന്ന വരികളാണ്. മനോഹരമായൊരു ചെറു കവിതയാണ് ഇത് എന്ന് സംശയം പറയാം. പ്രവർത്തനം 3, താരതമ്യക്കുറിപ്പാണ്. അവിടെ ഒരു ചിത്രം എന്നതിൽ നിന്നുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓടയിൽ നിന്ന് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. എന്താ നീ ഇത് തിന്നാത്തത്? വീട്ടിൽ ചെന്ന് തിന്നോളാം. അവൾ ചിരിച്ചു. അയാളും ചിരിച്ചു. ഇപ്പം തിന്നാലെന്താ? വീട്ടിൽ അമ്മയുണ്ട്. അമ്മയും ഞാനും കൂടി തിന്നോളാം. അമ്മമാരോടുള്ള മക്കളുടെ സ്നേഹം വാക്കുകൾക്കപ്പുറമാണ്. 2 സന്ദർഭങ്ങളും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ 2ലും അമ്മയുടെ സ്നേഹത്തെയാണ് പറയുന്നത്. അപ്പോൾ അത് തമ്മിൽ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ചിത്രം എന്ന കവിതാഭാഗത്ത് അമ്മയുടെ വലതുവശത്ത് ചാരി നിൽക്കുന്ന ബാലനെ അവതരിപ്പിക്കുന്നു. അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവുമാണ് അമ്മയുടെ ദേഹത്ത് ചാരി നിൽക്കാൻ ധൈര്യം നൽകുന്നത്. വിശന്നിരുന്ന ലക്ഷ്മി അമ്മയോടൊപ്പം കഴിക്കാം എന്ന് പറഞ്ഞ് പഴവുമായി വീട്ടിലേക്ക് പോകുന്നു. ഇവിടെയും സ്നേഹമാണ് വെളിവാകുന്നത്. താരതമ്യത്തിനായി തന്നിരിക്കുന്ന 2 ഭാഗങ്ങളും സ്നേഹത്തെ വിളംബരം ചെയ്യുകയാണ്. ഒരു ചിത്രം എന്ന കവിതാഭാഗത്ത് അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹവും, ഓടയിൽ നിന്ന് എന്നുള്ള ഭാഗത്ത് മകൾക്ക് അമ്മയോടുള്ള സ്നേഹവും വെളിവാകുന്നത് കാണാവുന്നതാണ്. ഇനി അതിലെ ബി ചോദ്യമുണ്ട്. ഒരു ചിത്രം എന്ന കവിത രചിച്ചതാര്? വെള്ളത്തോൾ കുഞ്ചൻ നമ്പ്യാർ, ഉള്ളൂർ. ഉത്തരം വെള്ളത്തോൾ. ഇനി പ്രവർത്തനം 4, ജീവചരിത്ര കുറിപ്പാണ്. പി കേശവദേവിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഹിൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജനനം, കഥകൾ, മരണം, ആത്മകഥ, പ്രധാന കൃതികൾ എന്നിവ.
ഇനി തന്നിരിക്കുന്ന സൂചകങ്ങൾ വിപുലപ്പെടുത്തി പി കേശവദേവിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടിയിട്ട് പി കേശവദേവ് 1904 വടക്കൻ പറവൂരിലാണ് പി കേശവദേവ് എന്ന സാഹിത്യകാരൻ ജനിച്ചത്. സാധാരണക്കാരുടെ ജീവിതം കഥകളാക്കി എഴുതി ജനപ്രീതി നേടിയെടുത്ത സാഹിത്യകാരനാണ് ഇദ്ദേഹം. നോവലുകൾ, കഥകളും എഴുതിയിട്ടുണ്ട്. സാഹിത്യകാരൻ എന്ന പേരിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മനുഷ്യസ്നേഹി എന്ന പേരിനെയാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി. നോവലുകളായ ഓടയിൽ നിന്ന്, അയൽക്കാർ, ഭ്രാന്താലയം, റൗഡി, കണ്ണാടി, ഉലക്ക എന്നിവ പ്രസിദ്ധങ്ങളായ പ്രധാന കൃതികളെല്ലാം സിനിമയായിട്ടുണ്ട്. കഥകളായ ഭാവി വരൻ, പ്രതിജ്ഞ, കൂൾ ഡ്രിങ്ക്സ് എന്നിവ എതിർപ്പ് എന്ന ആത്മകഥയും എഴുതിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും പുരസ്കാരങ്ങൾ കൂടാതെ നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 1983 നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും അദ്ദേഹം തൻ്റെ കൃതിയിലൂടെ ഇന്നും ജീവിക്കുന്നു. ഇനി പ്രവർത്തനം 5 പ്രസംഗമാണ്. പാട്ടിൻ്റെ പാലാഴി എന്ന പാഠത്തിൽ ബാബുരാജ് എന്ന സംഗീതജ്ഞനെ സഹായിക്കുന്ന മനുഷ്യസ്നേഹിയാണ് കുഞ്ഞു മുഹമ്മദിനെ നമ്മൾ പരിചയപ്പെട്ടു. മറ്റുള്ളവരുടെ നന്മക്കായി ജീവിതം സമർപ്പിക്കുന്ന ഇത്തരക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ മനുഷ്യ നന്മക്കായി ജീവിതം മാറ്റിവെച്ച മഹാത്മാക്കൾ നിരവധിയാണ്. നിങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു മഹത് വ്യക്തിയെക്കുറിച്ച് സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ പ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഗാന്ധിജി, അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരുടെയൊക്കെ നമുക്ക് പിൻപറ്റാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രസംഗം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു പ്രസംഗം നോക്കാം. മാന്യ സദസ്സിന് വന്ദനം. MS ബാബുരാജ്, കോഴിക്കോട് അബ്ദുൽ ഖാദർ, KP ഉമ്മർ എന്നിവരൊക്കെ മലയാളികൾ ഒരിക്കലും മറക്കാത്തവരാണ്. എന്നാൽ ഇല്ലായ്മയുടെയും വല്ലായ്മയിൽ നിന്ന് അവരൊക്കെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തിയത് മറ്റൊരു മഹാന്റെ പരിശ്രമം കൊണ്ടായിരുന്നു എന്ന് നമ്മളിൽ എത്ര പേർക്ക് അറിയാം. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സ്മരിക്കുന്നത്. വെറുമൊരു കോൺസ്റ്റബിൾ ആയ കുഞ്ഞു മുഹമ്മദ് ആയിരുന്നു ആ വയറ്റത്തടിച്ച് ബസ് സ്റ്റാൻഡിൽ പാട്ടുപാടിക്കൊണ്ടിരുന്ന ബാബുവിനെ ആയി രൂപപ്പെടുത്തിയത്. കുഞ്ഞു മുഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ്. സ്വന്തം ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വ്യക്തിയായിരുന്നു കുഞ്ഞു മുഹമ്മദ്. കച്ചേരി നടത്തുമ്പോൾ സാബിൾ ബാമ്പുവിൻ്റെ മറ്റും സ്വന്തം കയ്യിലെ നോട്ടുകൊണ്ട് നോട്ടുമാല ഉണ്ടാക്കി കഴുത്തിൽ അണിയിച്ച് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയൊരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു കുഞ്ഞു മുഹമ്മദ്. നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ് മുന്നിൽ കൂപ്പുകൈകൾ അർപ്പിച്ചുകൊണ്ട് ഈ ലഘുപ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രസംഗം എഴുതാവുന്നതാണ്. ഇനി അതിലെ B ചോദ്യം. കുഞ്ഞു മുഹമ്മദിന്റെ സഹായം ലഭിച്ച് പ്രശസ്തനായ ചലച്ചിത്ര ഗായകൻ ആര്? ഉത്തരം കോഴിക്കോട് അബ്ദുൽ ഖാദർ. പ്രവർത്തനം 6 വർണ്ണനയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ഇന്ദ്രപ്രസ്ഥന വർണ്ണനകൾ നിങ്ങൾ പഠിച്ചുവല്ലോ. കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ നഗരവർണ്ണനയും നിങ്ങൾ വായിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രാമങ്ങൾ പോലും നഗരങ്ങൾ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെ ആകർഷിച്ച ഒരു നഗരത്തെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ വർണ്ണന, അതായത് ഇപ്പോൾ നമ്മൾ ഓടയിൽ നിന്ന് പറയുന്ന പാഠഭാഗം പഠിച്ചപ്പോൾ അതിൽ മനോഹരമായിട്ട് എന്താണ് ആ പ്രദേശത്തെ നഗരത്തിനെ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലായി. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു നഗരത്തെക്കുറിച്ചിട്ട് ഒരു വർണ്ണന രൂപത്തിൽ തയ്യാറാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾ എഴുതി നോക്കണം. ഇനി B ചോദ്യം. വഴി എന്ന അർത്ഥം ലഭിക്കാത്ത പദം കണ്ടെത്തുക. വീതി, പാത, ഓട. ഇതിൽ വഴി എന്ന അർത്ഥം ലഭിക്കാത്തതാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? ഓടയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 6ാം ക്ലാസ്സിൽ മലയാളം കേരള പാഠാവലിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും ഏകദേശം ഇപ്രാവശ്യം വരിക. ഇതേ മോഡലിലായിരിക്കും. ചോദ്യങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ചോദ്യ പേപ്പർ നിങ്ങൾക്ക് യൂസ്ഫുൾ, ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.